ഹോം ഫുഡ് ചാനലിൻ്റെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് അഫ്ഗാനി ചിക്കൻ. ഈ അഫ്ഗാനി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവോള 4 മുറിച്ചത്, 10-12 വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, 10-12 കാഷ്യൂനട്ടും പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ചിക്കന് വേണ്ട മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ മസാല ചേർക്കണം. പിന്നെ 1/2 കപ്പ് തൈരും, പാകത്തിന് ഉപ്പും, 1 ടീസ്പൂൺ കസ്തൂരി മേത്തിയും, പിന്നെ 1 നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗരം മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് 1/2 മണിക്കൂറൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നല്ലപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് നല്ല ചൂടാക്കിയ കനൽ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു 4-5 പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ പുക വന്ന് തുടങ്ങും. നമുക്ക് അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വെക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നല്ലൊരു ഇളക്കി കൊടുത്ത് ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.